പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുപ്പുറകുണ്ട്രം മുരുകക്ഷേത്രത്തിലേക്ക്. കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ എടുത്ത നിലപാടുകളിൽ ഉയർന്ന വലിയ പ്രതിഷേധം മധുരയിലെ തിരുപ്പുറകുണ്ട്രം ക്ഷേത്രത്തിൽ വലിയ പ്രതിഷേധ കൊടുങ്കാറ്റായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധുരയിലെ റാലിക്കെത്തുന്നതിനിടയിൽ തിരുപ്പുറകുണ്ട്രം മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നത്. BJP തമിഴ്നാട്ടിൽ ഇക്കുറി വലിയ രാഷ്ട്രീയ വിവാദമാക്കി ഉയർത്താൻ ശ്രമിക്കുന്ന കാര്യമാണ് തിരുപ്പുറകുണ്ട്രം മുരുകക്ഷേത്രം. നൂറ്റാണ്ടുകളായി ഹിന്ദു വിശ്വാസികൾ കാർത്തിക നാളിൽ ദീപം തെളിയിക്കുന്ന ദീപത്തൂണിൽ ഇക്കുറി ദീപം തെളിയിക്കാനെത്തിയ വിശ്വാസികളെ പോലീസിൻ്റെ MK സ്റ്റാലിൻ്റെ പോലീസ് സംഘം അടിച്ചോടിക്കുകയും ആട്ടിയോടിക്കുകയും ചെയ്ത കാര്യം നമുക്കറിയാം. അതിന് പിന്നാലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വാമിനാഥൻ ബെഞ്ച് അവിടെ ദീപം തെളിയിക്കാനുള്ള ഉത്തരവ് നൽകി. ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഹിന്ദു മുന്നണി പ്രവർത്തകർ അവിടെ ദീപം തെളിയിക്കാൻ എത്തിയപ്പോഴും സമാന അവസ്ഥയായിരുന്നു പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് ജില്ലാ കളക്ടർക്കെതിരെയും സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെയും കോടതിയലക്ഷ്യ ഹർജി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. എന്നാൽ സർക്കാരിൻ്റെ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. പിന്നീട് ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയമിരിക്കുമ്പോഴും വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങൾ, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് തമിഴ്നാട്ടിലെ BJP നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ തമിഴ്നാട്ടിലെ BJP നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുപ്പുറകുണ്ട്രം മുരുകക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. ഇതോടുകൂടി തിരുപ്പുറകുണ്ട്രം ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണത്തിൻ്റെ തുടക്കം മുതൽ സനാതനധർമ്മത്തെ പൂർണ്ണമായി എതിർക്കുകയും സനാതനധർമ്മത്തെ ചവിട്ടിത്തേക്കുകയും ചെയ്യുന്ന നിലപാട് തന്നെയാണ് MK സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും അടക്കമുള്ളവർ ചെയ്തത്. സനാതനധർമ്മത്തെ ചവറ്റുകുട്ടയിലേക്ക് എറിയണമെന്ന് വരെ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കി. അങ്ങനെ ഹൈന്ദവ ധർമ്മത്തെയും സനാതനധർമ്മത്തെയും നിരന്തരം അധിക്ഷേപിക്കുകയും അതിനെ തമിഴ്നാട്ടിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നിൽക്കുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്ത ഒരു ഭരണകൂടമാണ് DMK സർക്കാരിൻ്റെ ഭരണകൂടമെന്ന് ഏവർക്കും അറിയാം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുപ്പുറകുണ്ട്രം ക്ഷേത്രത്തിലെ ആ ദീപത്തൂണിൽ ദീപം തെളിയിക്കാൻ വിശ്വാസികളെ അനുവദിക്കാത്തതിൻ്റെ പിന്നിൽ. നൂറ്റാണ്ടുകളായി 300-400 നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ആചാരമാണ് ഇതെന്ന് മധുരയിലെ ജനങ്ങളും വിശ്വാസികളും പറയുന്നു. ഈ മലയുടെ മുകളിൽ ഒരു മുസ്ലിം ദർഗയുണ്ട്, ഒരു ശവകുടീരമുണ്ട്. അത് അടുത്തിടെ പുതുക്കിപ്പണിതതാണ്. അതിന് അനുമതി കൊടുത്തത് തമിഴ്നാട് സർക്കാരാണ്. അത് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ ആ മലമുകളിൽ എത്തിയിട്ട്. അതിന് സമീപത്തായിട്ടാണ് ഈ ദീപത്തൂൺ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നത്. കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി ആ ദീപത്തൂണിൽ ദീപം തെളിയിക്കാൻ ഈ ഹിന്ദു മുന്നണി പ്രവർത്തകർക്കും ഹൈന്ദവ വിശ്വാസികൾക്കും അനുവാദമുണ്ട്. അതിനാരുടെയും പ്രത്യേക അനുവാദത്തിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ ഇത്തവണ അവിടെ ഈ ദീപം തെളിയിക്കാൻ എത്തിയപ്പോഴാണ് കൂടുതൽ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. അതിന് ഭരണകൂടം തടയിടുന്നത് മുസ്ലിം ദർഗയിലെ ഭാരവാഹികളുടെ ആവശ്യപ്രകാരം സ്റ്റാലിൻ ഭരണകൂടം ആ ദീപത്തൂണിൽ ദീപം തെളിയിക്കാൻ പാടില്ല എന്നും താഴ്വാരത്തുള്ള ക്ഷേത്രത്തിൽ വേണമെങ്കിൽ കാർത്തിക ദീപം തെളിയിക്കാമെന്നും പറയുകയായിരുന്നു. അതിന് പിന്നാലെ ഹിന്ദു മുന്നണി പ്രവർത്തകർ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കണമെന്ന് അവർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. ആ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ദീപത്തൂണിൽ ദീപം തെളിയിക്കാൻ അനുവാദം നൽകുകയായിരുന്നു. എന്നാൽ ആ അനുവാദവുമായെത്തിയ ഹിന്ദു മുന്നണി പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതയ്ക്കുന്ന, റോഡിലൂടെ അടിച്ച് വലിച്ചിഴയ്ക്കുന്ന കാഴ്ച തമിഴ് മാധ്യമങ്ങൾ തന്നെ ലോകത്തിന് മുന്നിൽ കാണിച്ചതാണ്. എത്ര നിഷ്ഠൂരമായിട്ടാണ് ഒരു വിഭാഗം വിശ്വാസികൾക്ക് നേരെ സ്റ്റാലിൻ്റെ ഭരണകൂടവും സ്റ്റാലിൻ്റെ പോലീസും പെരുമാറിയത് എന്നുള്ളത് ഏവരും ഇന്ത്യയിലും വിദേശത്തുമുള്ള ഇന്ത്യക്കാർ മുഴുവൻ കണ്ടതാണ്. അതിന് പിന്നാലെ ഈ സർക്കാരിനെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി സ്വമേധയാ കോടതിയലക്ഷ്യ ഹർജി സ്വീകരിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനെതിരെ ഈ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചുവെങ്കിലും ഡിവിഷൻ ബെഞ്ച് ആ ഹർജി തള്ളുകയായിരുന്നു. അതായത്
ജനങ്ങളുടെ വിശ്വാസികളുടെ ഭാഗത്താണ് ന്യായമെന്ന് തമിഴ്നാട്ടിൻ്റെ നീതിപീഠം ഹൈക്കോടതി പൂർണ്ണമായും വ്യക്തമാക്കി. എന്നിട്ടും സനാതന ധർമ്മത്തെ അനുവദിക്കില്ലെന്ന വാശിയിൽ വിറളി പിടിച്ച ഭ്രാന്ത് പിടിച്ച സ്റ്റാലിൻ ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയം ഇരിക്കുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, എന്നാൽ മധുരയിലെ ജനങ്ങൾക്ക്, തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തിനൊപ്പമാണ് താനെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുകയാണ്. വെറുതെ പറഞ്ഞു വയ്ക്കുകയല്ല, അദ്ദേഹം എത്തുകയാണ്. രാജ്യത്തിലെ ഓരോ ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കണമെന്ന രാജ്യത്തെ ഓരോ ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കണമെന്ന BJP സർക്കാരിൻ്റെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ പ്രിയപുത്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധുരയിലേക്ക് എത്തുകയാണ്. മധുരയിൽ BJP സംഘടിപ്പിക്കുന്ന വലിയ മഹാറാലിയുണ്ട്. ആ മഹാറാലിയിൽ പങ്കെടുക്കുവാൻ മാർച്ച് ആദ്യവാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ആ റാലിയിൽ പങ്കെടുക്കാൻ മധുരയിലേക്ക് എത്തുമ്പോഴായിരിക്കാം തിരുപ്പുറകുണ്ടം ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം ദർശനം നടത്തുന്നത്. ഇത് സംബന്ധിച്ച് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങൾ തമിഴ്നാട്ടിലെ BJP നേതാക്കന്മാർക്ക് ലഭിച്ചു എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് സ്റ്റാലിൻ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തമിഴ്നാട്ടിലെ ഹിന്ദു ജനത ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് മുരുക ഭഗവാൻ. ആ മുരുക ഭഗവാന്റെ ക്ഷേത്ര സന്നിധിയിൽ നൂറ്റാണ്ടുകളായി നടക്കുന്ന ആചാരത്തെ ബോധപൂർവം അധികാരം കൊണ്ട് ലംഘിച്ച ഒരു ഭരണകൂടമാണ് MK സ്റ്റാലിൻ്റെ ഭരണകൂടം. ആ ഭരണകൂടത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകണമെന്ന് തമിഴ്നാട്ടിലെ ജനത ആഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഹൈന്ദവ വിശ്വാസങ്ങളെ പൂർണ്ണമായും തന്നെ ഇല്ലായ്മ ചെയ്യുക, അതിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കുക, ക്ഷേത്രങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക. നമുക്കറിയാം, ദ്രാവിഡ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് തമിഴ് മണ്ണ്. ക്ഷേത്ര വിശ്വാസം എന്നുള്ളത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന വലിയൊരു വിഭാഗം ജീവിക്കുന്ന ഒരു നാടാണ് തമിഴ്നാട്. ആ ജനതയുടെ വിശ്വാസത്തെയാണ് പൂർണ്ണമായും ചവിട്ടിമെതിച്ചുകൊണ്ട് ഭരണത്തിൻ്റെ ഹുങ്കിൽ MK സ്റ്റാലിനും മകനും ചേർന്ന് തമിഴ്നാട്ടിൽ ഭരണം നടത്തുന്നത്. എന്തായാലും ഈ തിരുപ്പുറകുണ്ടം ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് ചെറിയ ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുക എന്നുള്ളത് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ആണെങ്കിൽ കൂടി ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി അദ്ദേഹം എത്തുന്നു. ഈ യാത്ര, ഈ സന്ദർശനം തമിഴ്നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന ഓളം ചെറുതായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. തമിഴ്നാട്ടിലെ ജനത രണ്ട് ചിന്തകളിലേക്ക് മാറും. ഒന്ന്, സനാതന ധർമ്മത്തെ സംരക്ഷിക്കുന്ന BJP അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കണമോ, അതോ സനാതന ധർമ്മത്തെയും ക്ഷേത്രങ്ങളെയും ചവിട്ടിമെതിക്കുന്ന, ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്ന DMK-യുടെ ഈ ഭരണത്തോടൊപ്പം നിൽക്കണമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് തമിഴ് ജനതയ്ക്ക് കൈവന്നിരിക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുപ്പുറകുണ്ടം ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. മുരുക ഭഗവാന്റെ കാർത്തിക ദീപം തെളിയിക്കാൻ DMK സർക്കാർ അനുവദിക്കാത്ത, അതിൻ്റെ പിന്നാലെ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ട തിരുപ്പുറകുണ്ടത്തേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. ദിവസം തീരുമാനിച്ചിട്ടില്ല. മാർച്ച് ആദ്യവാരം പ്രധാനമന്ത്രി എത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവയ്ക്കുന്നത്.